ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അവസാന നിമിഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഉപകാരപ്പെടും. തീർച്ചയായിട്ടും മുഴുവൻ കാണുക. 5 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ എന്താണ് വരുന്നത് എന്ന് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് തരും. സോ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നു. സമയം ഇല്ലെന്നറിയാം, എനിക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല. സോ മാത്സിലെ ഗ്രൂപ്പ് എക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മൊഡ്യൂൾ 1 നിന്ന് പാർട്ട് എയിലെ 3 മാർക്കിന് ചോദിക്കാനുള്ള ചോദ്യം ലിമിറ്റ്സ് ആണ്. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുക. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ നിന്നാലും ലിമിറ്റ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരുന്നാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിന്റ്. അതായത് ഒരു ഫംഗ്ഷൻ തരും, അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് ഏതാണ് എന്ന് ചോദിക്കും. 6 മാർക്ക് മൊഡ്യൂൾ 1 നിന്ന് കിട്ടും. ഇനി അതിന്റെ ബി പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെച്ചോ, 100% എഴുതി വെച്ചോ. ഒന്ന് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ആണ്. അതിന്റെ മെത്തേഡ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ വരും. 100% പക്കയാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെക്കൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറയും. അറ്റ് എ പോയിന്റ് എന്നുള്ളതായിരിക്കും. ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് 9 മാർക്കിൽ ഉറപ്പിച്ചോ, ഒന്ന് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ വരും, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യനിൽ എന്ത് വരും, ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ കോമ്പിനേഷൻ വരും. മറ്റൊരു ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലീനിയറൈസേഷൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കൊനാവിറ്റി കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് 9 മാർക്കാണ്. ഇതിന്റെ ഇക്വേഷൻസ് എങ്കിലും എന്തെങ്കിലും പഠിക്കുക. നിങ്ങൾ ലീനിയറൈസേഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ മറ്റത് സ്കിപ്പ് ചെയ്യുക, ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ സ്കിപ്പ് ചെയ്യുക. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഇനി ഈ വീഡിയോയിൽ തന്നെ നമ്മൾ മൊഡ്യൂൾ 2 പറയാൻ പോവുകയാണ്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ അല്ലാതെ ലൈവിലൂടെ പറഞ്ഞതാണ്. സോ മൊഡ്യൂൾ 2 എന്താ വരുന്നത്? മൊഡ്യൂൾ 2 പാർട്ട് എയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ലിമിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്. എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ലിമിറ്റ് എക്സ് ഓഫ് എക്സ് ആൻഡ് വൈ ടെൻസ് ടു സം വാല്യൂ. അതിന്റെ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാൻ വരും. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ വരുന്നത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 2 വേരിയബിൾസിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡയറക്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 6 മാർക്ക്, 3+3. ഇനി അതിന്റെ ബി പാർട്ടിൽ 9 മാർക്കിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ 100% ഉറപ്പിച്ചോ മക്കളെ. ഒന്ന് മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, അല്ല എങ്കിൽ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ചെയിൻ റൂൾ വെച്ച് കണ്ടുപിടിക്കുന്നത് വന്നേക്കാം. വളരെ ഇമ്പോർട്ടന്റ്, എഴുതി വെച്ചു. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, PVQ ഉണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്, വന്ന് തപ്പിപ്പിടിച്ച് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് പോവുക എന്നതാണ്. അപ്പോൾ AB ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഒന്നെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയിൻ റൂൾ, അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും പാർട്ട് ബിയിൽ വരുന്നത്. ഓക്കെ, കൃത്യമാണ്, ക്ലിയർ ആണ്. ഇനി അതിന്റെ മൊഡ്യൂൾ 3 വരാം. മൊഡ്യൂൾ 3 നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാണ്, പക്ഷേ ഈ രീതിയിലായിരിക്കും നാളെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, മൊഡ്യൂൾ 3 പാർട്ട് എയിൽ നിങ്ങൾക്ക് വരുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ പ്ലെയിൻ കണ്ടുപിടിക്കാനായിരിക്കും. ഒരു വെക്ടർ തന്നിരിക്കും, ആ ഡയറക്ഷനിൽ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിരിക്കും. സിമ്പിൾ ആണ്. ശീലിച്ചവർക്കാണെങ്കിൽ അത് സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് വരാം, ഒരു എക്സ്ട്രീം വാല്യൂ, അതായത് ഒരു ചെറിയ ഫംഗ്ഷൻ, 2 വേരിയബിൾസ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ എക്സ്ട്രീം, ലോക്കൽ എക്സ്ട്രീമ ആൻഡ് മിനിമ കണ്ടുപിടിക്കാനായിരിക്കും. അത് ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരിക്കും പാർട്ട് എയിൽ വരുന്നത്. ഇനി പാർട്ട് ബിയിലാണെങ്കിലോ, പാർട്ട് ബിയിൽ 100% ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമ, ഒരു ബൗണ്ടറി കണ്ടീഷൻ തന്നിരിക്കും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അത് ഒരു ക്വസ്റ്റ്യൻ. ഇനി ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് മറ്റൊരു ഈ രീതിയിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് തന്നിട്ട് ഒന്നെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ആബ്സല്യൂട്ട് മിനിമം ആൻഡ് ആബ്സല്യൂട്ട് മാക്സിമം പക്ക ഷുവർ ആണ്. ഓർ എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പാർട്ട് ബിയിലേക്ക് വേണ്ടി നോക്കിയിട്ടേ പോവാവൂ. ഫൈനൽ ആൻസർ ശരിയായില്ല എങ്കിൽ പോലും ആ മെത്തേഡും ആ സ്റ്റെപ്സും നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ പോവാവൂ. ഗ്രൂപ്പ് എ. ഇനി നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പാർട്ട് എയിൽ വരുന്നത് നിങ്ങൾ പേടിക്കേണ്ട. എന്താണ് പാർട്ട് എയിൽ വരുന്നത്? ലഗ്രാഞ്ച് മൾട്ടിപ്പിൾസ് തിയറം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് ഒരു പക്ഷേ LPPയും വന്നേക്കും, ലീനിയർ പ്രോബ്ലം പ്രോഗ്രാമിങ്ങും വന്നേക്കാം. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും പാർട്ട് ബിയിൽ 9 മാർക്കിന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് ഒന്ന് സൊല്യൂഷൻ ഓഫ് LPP യൂസിങ് ഗ്രാഫിക് മെത്തേഡ് ആയിരിക്കും, അല്ല എങ്കിൽ സ്റ്റീപ്പൻ ഡീസെന്റ് ഓഫ് 2 വേരിയബിൾസ് ആയിരിക്കും. സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, അത് പലരും പാടാണ് എന്ന് പറയുണ്ടായി. അതുപോലെ തന്നെ ലഗ്രാഞ്ച് മൾട്ടിപ്പിൾസ് തിയറം തീർച്ചയായിട്ടും പാർട്ട് ബിയിലും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തൊക്കെ പഠിച്ചില്ലെങ്കിലും LPP യൂസിങ് ഗ്രാഫിക് മെത്തേഡ് പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിനോ 5 മാർക്കിനോ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ലഗ്രാഞ്ച് മെത്തേഡ് ഒക്കെ വന്നേക്കാം. ഇപ്പൊ ഇത്രയും ക്ലിയർ ആണോ എന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ട് നാളെ പരീക്ഷയ്ക്ക് പോവുക. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യുക. എവറിത്തിങ് ഈസ് ഓക്കെ.